സദ്ഗുരും ഭജേ. ഭഗവാന്റെ വൃന്ദാവന ലീലകളാണ് നമുക്ക് കേൾക്കേണ്ടത്. വൃന്ദാവനം ഇപ്പോൾ ഉത്തർപ്രദേശത്തിൽ അവിടെ മഥുര എന്ന സ്റ്റേഷൻ, അവിടെ ഇറങ്ങി ഒരു 10 കിലോമീറ്റർ 10-12 കിലോമീറ്റർ പോയാൽ വൃന്ദാവനത്തിൽ നമുക്ക് എത്താം. ഇതൊക്കെ സ്ഥൂലമായിട്ടുള്ള വൃന്ദാവനമാണ്. ഒറിജിനൽ വൃന്ദാവനം എന്താണ് ചോദിച്ചാൽ ഭക്തന്മാരുടെ ഹൃദയം തന്നെയാണ് വൃന്ദാവനം. മാനസ സഞ്ചരസാനന്ദം ഭാവുകലോകേ സ്വച്ഛന്ദം മാനസ സഞ്ചരസാനന്ദം. ഭക്തന്മാരുടെ ഹൃദയമാണ് വൃന്ദാവനം. എന്താ കാരണം? ഈ വൃന്ദാവനത്തിൽ ഇടയ്ക്ക് ഈ പൂതന, ശകടാസുരൻ, അഘാസുരൻ, ബകാസുരൻ ഇവരൊക്കെ വരുന്നുണ്ടല്ലോ. ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങനെ അസുരന്മാരൊന്നുമില്ല. ഇപ്പോൾ സൂക്ഷ്മമായി എല്ലാം സ്ഥൂലത്തിൻ്റെ രൂപം സൂക്ഷ്മരൂപം രണ്ടും ഉണ്ട്. വൃന്ദാവനത്തിൽ പോയിട്ടും അവിടെ ഇരുന്ന് വീട് വിചാരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്ന് വൃന്ദാവനത്തെ സ്മരിച്ചാൽ നമ്മുടെ ഹൃദയം തന്നെ വൃന്ദാവനം. സ്വാഭാസം യമുനാതീരം സദാ വൃന്ദാവനം സ്മരേ. അങ്ങനെ വൃന്ദാവനത്തിലെത്തുമ്പോൾ സുഖമാണ്. ദേവന്മാർക്ക് ഭഗവാൻ കൊണ്ട് കാണാം. ദേവന്മാർക്കും സുഖമാണ്, പിന്നെ അസുരന്മാർക്കും സുഖം. കാരണം ഗോകുലത്തിലാവുമ്പോൾ നന്ദഗോപൻ എപ്പോഴും കയ്യിലൊരു കുന്തം വച്ചിരിക്കും. കൂർവേൽ കൊടുന്തൊഴിലൻ നന്ദഗോപൻ കുമരൻ എന്നാണ് പറയുന്നത്. കയ്യിൽ വേല് വെച്ചിട്ടുണ്ടാവും നന്ദഗോപൻ. ഇതാ കാരണം അസുരന്മാർ കുത്താൻ വേണ്ടിയില്ലേ, കൃഷ്ണനെ കടിക്കാൻ ഒരു കൊതുക് വന്നാൽ മതി, അത് കുത്താൻ കുന്തം കൊണ്ടാണ് കുത്തി. അങ്ങനെ കണ്ണനോട് അത്രയും കരുത്തുള്ള ആളായതുകൊണ്ട് ഗോകുലത്തിലേക്ക് വരാറില്ലേ. കണ്ണൻ മാട് മേച്ച് പോകുന്ന സമയത്തിലാണ് ദേവന്മാരും വന്ന് കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് അസുരന്മാരും വന്ന് കാണുന്നു. അങ്ങനെ കണ്ണൻ ഒളിച്ച് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അസുരൻ അവിടെ വന്നു. ഒളിച്ച് കളിയിൽ ഒരു കുട്ടി ഇങ്ങനെ കണ്ണടച്ചിരിക്കും, ബാക്കി കുട്ടികൾ ഒളിച്ചിരിക്കണം. അങ്ങനെ ഒളിച്ച് കളിക്കുന്ന സമയത്താണ് അവിടെ അഘാസുരൻ പേരുള്ള അസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം സ്വീകരിച്ച് വന്നു. കണ്ടപ്പോൾ അവർക്ക് ഒരു മല എന്നാണ് തോന്നി. അവിടെ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു കുട്ടികളൊക്കെ. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഇന്നലെ ഈ മല ഇല്ലല്ലോ, ഇന്ന് ഇവിടെ വരാനുള്ള കാരണം? അപ്പോൾ പറഞ്ഞു, രാമായണത്തിൽ ഒരു മല ഇടയ്ക്ക് ഹനുമാൻ സ്വാമി പറന്നു പോയപ്പോൾ ഇടയ്ക്ക് ഒരു മല വന്നു പറയുന്നില്ലേ, അങ്ങനെ ചില മലങ്ങൾ ഒളിച്ചിട്ടുണ്ടാവും, ആ മലയായിരിക്കും. അപ്പോൾ വേറെ കുട്ടി പറഞ്ഞു, ഇത് മലപ്പാമ്പ്, ഒരു പാമ്പുണ്ട്, മല പോലെ ഇരിക്കുന്ന പാമ്പാണ്. അപ്പോൾ വേറെ കുട്ടി പറഞ്ഞു, ഇത് മലപ്പാമ്പ് ഇല്ല, പാമ്പ് മലയാണ്, ഇവിടെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞ് കുട്ടികളൊക്കെ അവിടെ പോയി കയറിയിരുന്നു. അവൻ കണ്ണന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി ഇടയ്ക്ക് കരയാൻ തുടങ്ങി, ഇത് പെരുമ്പാമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ രക്ഷിക്കാൻ കണ്ണനുണ്ടല്ലോ. അങ്ങനെ ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഭഗവാൻ വേഗം എത്തി. അവൻ്റെ ഉള്ളിൽ ഭഗവാൻ കയറി ചെന്നപ്പോൾ വായടച്ച് പുറപ്പെട്ടു. ഉള്ളിൽ ചെന്ന ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ച് ആ ആകാശയുടെ 2 കഷ്ണമാക്കി കീഴിട്ടു. അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ ജീവൻ ഒരു ജ്യോതിരൂപം സ്വീകരിച്ച് ഭഗവാന്റെ പാദത്തിൽ ഐക്യമായി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. പ്രതീക്ഷേവസ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ വിശതാം ദിവൗകസാം. അഘം പറഞ്ഞാൽ പാപമാണ്. പാപത്തിൻ്റെ ഉരുവമായ ഈ അസുരനക്ക് പോലും മുക്തി കൊടുത്തു കണ്ടപ്പോൾ ദേവന്മാർക്ക് അത്ഭുതം. അവരൊക്കെ പുഷ്പവർഷം തെളിഞ്ഞു, ഭഗവാന്റെ നാമാവലികളൊക്കെ പാടി. ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ് ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ് ഗോപിക മനഹാരി പ്യാരി മോഹന മുരളീധാരി ഗോപിക മനഹാരി പ്യാരി മോഹന മുരളീധാരി माहि मेरा मन विहारी कृष्ण जय माहि मेरा मन विहारी कृष्ण जय गोविंद कृष्ण
കൃഷ്ണ ജയ ഗോപാല കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജയ ഗോപാല കൃഷ്ണ ജയ ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ 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 കൃഷ്ണ 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 രാധാ കൃഷ്ണ ജയ കൃഷ്ണ 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 രാധാ കൃഷ്ണ ജയ. ദേവന്മാർക്ക് പാട്ടുപാടി നൃത്തം വച്ചുവെന്നാണ് പറയുന്നു. തദ്ഭുത സ്തോത്ര സുവാദ്യ ഗീതിക ജയാദിനേകോത്സവ മംഗളസ്വനാണ്. ഈ ദേവന്മാരുടെ ആ ഭജന കേട്ട് ബ്രഹ്മാവ് വേഗം ഓടി വന്നു ബ്രഹ്മലോകത്തിൽ നിന്ന്. കാരണം ഭൂലോകത്തിലെ തൊട്ടടുത്താണ് സുവർലോകം. ഭൂർഭുവസ്വ. ബ്രഹ്മാവണ്ടിയിലൊക്കെ കുറച്ച് ദൂരത്തിലാണ്. പിന്നെ മഹർലോകം, ജനലോകം, തപോലോകം കടന്നിട്ടാണ് സത്യലോകത്തിൽ. ഈ ദേവന്മാരുടെ ഭജന ശബ്ദം കേട്ടപ്പോൾ ബ്രഹ്മാവ് എന്തോ അത്ഭുതം നടക്കുന്നു വിചാരിച്ച് വേഗം കൈ കഴുകി ഓടി വന്നു. ഓടി വരുന്ന മുമ്പ് തന്നെ ദേവന്മാർ പറഞ്ഞു, ടു ലേറ്റായി പോയി നിങ്ങൾ വന്നത്. ഇതാ കാരണം ഇപ്പോൾ ഭഗവാൻ ആകാശങ്ങൾക്ക് മുക്തി കൊടുത്തു, നിങ്ങൾ കണ്ടില്ലല്ലോ. ബ്രഹ്മാവിൻ്റെ സങ്കടം, എനിക്ക് ഒരു ലീല കാണാൻ ഒരു ഭാഗ്യമില്ലല്ലോ. കാരണം ബ്രഹ്മാവിന് അവധിയില്ലേ. ഇപ്പം ചില ആൾക്ക് സൺഡേ ദിവസം ഞായറാഴ്ച അവധി ഉണ്ടാവും. 2 പേർക്ക് ഞായറാഴ്ച പോലും അവധിയില്ലാത്ത ആൾക്കാരാണ്. ഇന്ന് കുറച്ച് ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. എന്താ കാരണം അവധിയല്ലേ. അതുപോലെ ചില ആൾക്കാർക്ക് ഞായറാഴ്ച അവധി കിട്ടും. ഇവിടെ ബ്രഹ്മാവിന് ഞായറാഴ്ച പോലും അവധിയില്ലേ. ബ്രഹ്മാവിനും പിന്നെ യമൻ 2 പേർക്ക് ഞായറാഴ്ച അവധിയില്ല. എന്താ കാരണം യമൻ ഞായറാഴ്ച അവധി ഇട്ടാൽ പിന്നെ ഞായറാഴ്ച ഒരാൾ മരിക്കില്ലേ, പിന്നെ ഞായറാഴ്ച ഒരാൾ ജനിക്കില്ലേ ബ്രഹ്മാവ് അവധി ഉണ്ടെങ്കിൽ. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കണം, യമൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലോകം ബാലൻസ് ആയി നിൽക്കും. അപ്പോൾ ബ്രഹ്മാവ് വന്ന സമയത്ത് ഭഗവാന്റെ ഒരു ലീല കാരണം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ കുട്ടികളോട് ഭക്ഷണം കഴിക്കുന്ന സമയം. ബിഭ്രദ്വേനും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാനോ മസൃണകബലം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മവിസ്മൈഃ സ്വർഗേ ലോകേ വിശതി ബുഭുജേ യജ്ഞഭുക്ബാലകേലഹി. യമയുടെ അടുത്ത് നിന്ന് ഭഗവാൻ കുട്ടികളോട് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വന്തം ഓടക്കുഴൽ അരക്കെട്ടിൽ തിരികെ വെച്ചു. എവിടെ തിരികെ വെച്ചാൽ സൂക്ഷിച്ചിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാർ ദക്ഷിണ മേടിച്ചാൽ ഇങ്ങനെ വയ്ക്കും. എന്താ കാരണം ഇവിടെ വെച്ചാൽ സൂക്ഷിച്ചിരുന്നോളും. അത് ഐഡിയ കണ്ണൻ കൊടുത്തതാണ്. അങ്ങനെ ബിഭ്രദ്വേനും ജഠരപടയോ, പിന്നെ പശുക്കളെ ഓടിക്കുന്ന ആ വടിയും പിന്നെ ശൃംഗം പേരുള്ള വാദ്യം 2 ശൃംഗവേത്രേച്ച കക്ഷേ, ഇടത്തെ കയ്യിൽ തൈർച്ചോറ് ഉരുള്, അതിന് കൂട്ടാനുള്ളതൊക്കെ ഇടയിൽ വിരളുടെ ഇടയിൽ വച്ചു. മാങ്ങ പിന്നെ മുളക് കൊണ്ടാട്ടം അങ്ങനെയൊക്കെ സാധനമൊക്കെ ഇടയിൽ വച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ അരി കിലോ എത്ര? 65 രൂപയാണ്. അരി പച്ചക്കറികളൊക്കെ ചോദിക്കാൻ പാടില്ല. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നാണ് ശാസ്ത്രം പറയുന്നു. കബലേ കബലേ ചെയ്വ കുറിയ ഗോവിന്ദ കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന പാട്ട് ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം കിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്യില്ല. എല്ലാം വിഡ്ഢിപ്പട്ടി നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വിഡ്ഢിപ്പട്ടി നോക്കുമ്പോൾ ഭക്ഷണത്തിൽ പാച്ച ഈച്ച എന്തായാലും കുഴപ്പമില്ല, അതും ചേർത്തിങ്ങനെ കഴിക്കും. അതുകൊണ്ടാണ് വ്യാധി വർദ്ധിക്കുന്നു. ശരി, പ്രായമായവരങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ടിക്കറ്റ് എടുക്കാനുള്ള സമയമായില്ലേ, വെയിറ്റിംഗ് ലിസ്റ്റിലായിക്കൊണ്ട് കുഴപ്പമില്ല പ്രായമായവർക്ക്. കുട്ടികളെ അങ്ങനെ ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നു. കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും സാധനം അങ്ങനെ മൊബൈൽ വെച്ച് കൊടുത്താൽ അങ്ങനെ ഡപ്പിയിൽ സാധനം പോട്ട് അടയ്ക്കുന്നത് പോലെ കുട്ടിയുടെ വായിൽ പോട്ട് അടച്ച് വയ്ക്കുന്നു. പണ്ട് അങ്ങനെയില്ലേ, കുട്ടികളെ തൻ്റെ അരക്കെട്ടിൽ വച്ച് പിന്നെ കാക്ക, കുരുവി, പിന്നെ നായ ഇവരെ കാണിച്ച് അവർക്കും കുറച്ച് ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ കൊടുക്കാറുണ്ട്. എന്താ കാരണം അങ്ങനെ അടുത്തവർക്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൂടി കുട്ടിക്ക് പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ പഠിപ്പിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരാളിപ്പോൾ കേട്ടിട്ടില്ലേ. പണ്ട് അതിഥി ദേവോ ഭവ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലേ. അപ്പോൾ ഇതൊക്കെ ഭഗവാനോട് പഠിപ്പിക്കുന്നു. കുട്ടികളോട് സന്തോഷത്തോട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് എന്ത് ചെയ്തു, പയ്യക്കുട്ടികളെ കൊണ്ടുപോയി. അത് അന്വേഷിച്ച് കണ്ണൻ പുറപ്പെട്ടപ്പോൾ
ഗോപാല ബാലകന്മാരെയും കൊണ്ടുപോയി. ഒരു മിനിറ്റ് കണ്ണടച്ചപ്പോൾ ഭഗവാൻ മനസ്സിലാക്കി ബ്രഹ്മാവാണ് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ണൻ വിഷമിച്ചിട്ടില്ലേ? എന്ത് ചെയ്തു? സർവം വിഷ്ണുമയം യോഗവലജ സർവസ്വരൂപോ ബഭോ. സ്വയം തന്നെ എല്ലാ പൈക്കുട്ടികളുടെ രൂപവും അതേപോലെ ഗോപാല ബാലകന്മാരുടെ രൂപവും സ്വീകരിച്ച് ഒരു കൊല്ലം ഭഗവാൻ ഇവിടെ നടന്നു. അവിടെ ബ്രഹ്മാവ് എല്ലാവരെയും ഗുഹയിൽ ഓരോ സ്ഥലത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നത് കണ്ണൻ നോക്കാൻ വന്നപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ തന്നെയുണ്ട്. ബ്രഹ്മാവിൻ്റെ സംശയമായി, ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ബ്രഹ്മാവ് സംശയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ തൻ്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ചതുർഭുജ ശംഖചക്ര ഗദാരാജീവപാണയ. തൻ്റെ ചതുർഭുജ രൂപം കാണിച്ചപ്പോൾ ബ്രഹ്മാവ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. അഹോഭാഗ്യം അഹോഭാഗ്യം. ഈ വൃന്ദാവനത്തിലിരുന്ന ഈ ഗോപാല ബാലകന്മാർക്കും ഗോപികൾക്കും കിട്ടിയ ഭാഗ്യം എനിക്കില്ലല്ലോ. പൂതനയ്ക്ക് പോലും ഭാഗ്യം കിട്ടിയില്ലേ? എനിക്കില്ലല്ലോ. ബ്രഹ്മാവ് സങ്കടം. സകുലാ ത്വാമേവ ദേവാപിത. പൂതനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടും പൂതന ഒറ്റയ്ക്ക് വന്നില്ലേ? അവൻ അനുജൻ ഏട്ടൻ എല്ലാവരും വിളിച്ചു കൊണ്ട് വന്നു. സകുലാ ത്വാമേവ ദേവാപിത. വിഷം കൊടുത്ത പൂതയ്ക്ക് പോലും മുക്തി കൊടുത്ത നീ ഇങ്ങനെ പാല് കൊടുത്ത് ലാളിക്കുന്ന ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നു ഗോപാല ബാലകന്മാർക്ക്? എനിക്കും വൃന്ദാവനത്തിൽ ഒരു ജന്മം തരണേ. പുല്ലായി പിറവി തരവേണം കണ്ണ പുനിതமான വൃന്ദാവനം അതിലൊരു പുല്ലായി പിറവി തരവേണം. പുല്ലാകിലും നെടുനാൾ ഇല്ലാതെ ഒരു സിறு കല്ലായി പിറവി തരവേണം കണ്ണ. ഈ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടോ ഒരു കല്ലായിട്ടോ എനിക്ക് ഒരു ജന്മം തരണേന്ന് പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് പുറപ്പെട്ടു. പിന്നെ വൃന്ദാവനത്തിൽ കാളിയൻ പേരുള്ള ഒരു പാമ്പ് താമസിച്ചു കൊണ്ടിരുന്നു. ആ കാളിയൻ ഇരിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ അറിയാതെ ജലം കുടിച്ച് മരിച്ചുപോയി. ആ മരിച്ചുപോയ കുട്ടികളെയും ഗോക്കളെയും ഭഗവാൻ തൻ്റെ അമൃത കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. പിന്നെ കാളിയനെ ഇവിടെ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ച ഭഗവാൻ അന്ന് ബലരാമനെ വീട്ടിലിരുത്തി കണ്ണൻ മാത്രം കുട്ടികളോട് വന്നു. അടുത്തുള്ള കദംബമരത്തിൽ കയറി ആ കാളിയൻ്റെ ഹൃദയത്തിൽ ചാടി നീന്തി കളിക്കുമ്പോൾ കാളിയൻ നോക്കി വരുന്നു. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിണി നാദഭരൈഹി ഉദഗാദുരഗാധിപതിസ്വതുപാന്തമശാന്തരുഷാന്തമനാഹ. ഈ കാളിയരത്നം വർണ്ണിക്കുന്ന എല്ലാ ഭക്തന്മാരും ആ പാട്ട് നർത്തനം ചെയ്യുന്നത് പോലെയാണ്. അഥവാരിഘോരതരം പണിനം പ്രതിവാരയുതും കൃതധീർഭഗവൻ. പെട്ടത്തിൽ അങ്ങനെ വർണ്ണിക്കുന്നു. അതേപോലെ വേദാന്ത ദേശീയൻ പേരുള്ള മഹാത്മാ ലോലാപതച്ചരണ ലീലാഹതക്ഷൈതഹാലാഹലേ നിജഭണി കൃത്യന്തമപ്രതിക കൃത്യന്തമപ്രതിമമത്യന്ത ചാരുവപുഷം. അങ്ങനെ പാടുന്നു. എൻ്റെ ഗുരുനാഥനം ധീമി ധീമി ധീമിമിതി പദകൃത നടന ധക 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 മണിഗണനികര ജയ ജയ രവയുത സുരഗണ വിനുത ഫണിവര ശിരസി നടതി മധുപതി ഥയ്യാ തഥ തഥയ്യാ തഥ തഥയ്യാ തഥേതി ഗന്ധർവാ. കൃഷ്ണൻ അവിടെ കാളിൻ്റെ ഹൃദയത്തിൽ നീന്തി കളിക്കുമ്പോൾ കാളിയൻ വന്നു. കൊത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തലയിൽ കയറി. വാളുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടത്തെ കണ്ടുകൊണ്ട് വാള് പിടിച്ചു. പിന്നെ കാളിയൻ ഓരോരോ പണവും ഓരോ തലയും ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഓരോ തലയിലും ഭഗവാൻ കാല് വയ്ക്കുന്നു. അത് തന്നെ കാളിയൻ നർത്തനമായി. ഒരു ഡാൻസ് ടീച്ചറുടെ അടുത്ത് പോയി ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല കൃഷ്ണൻ. സകല കല ആദിഗുരുഹു നടത്ത. ആദിഗുരുവായതുകൊണ്ട് ഭഗവാൻ നൃത്തം വയ്ക്കുമ്പോൾ ദേവന്മാർക്ക് പാടുന്നു, ഗന്ധർവന്മാർ പാടുന്നു, ദേവന്മാർക്ക് മൃദംഗം അടിക്കുന്നു. അങ്ങനെ എല്ലാ ദേവന്മാരും അവിടെ എത്തിച്ചേർന്നു. ആ ഭഗവാന്റെ കാളിയ നർത്തനം കണ്ടപ്പോൾ നാരദനെ എന്ത് ചെയ്തു? വേഗം ചിദംബരത്തിൽ ചെന്ന് നടരാജസ്വാമിയോട് പറഞ്ഞു. അവിടെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഗംഭീരൻ നൃത്തം വയ്ക്കുന്നു. നിങ്ങൾ നടരാജൻ്റെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. മഹാദേവൻ ഡെയിലി ഒരേ സ്റ്റെപ്പാണ് നടരാജൻ ചെയ്യുന്നത്. ഇപ്പം കണ്ണൻ പുതിയ പുതിയ സ്റ്റെപ്പൊക്കെ ഇടുന്നു പറഞ്ഞപ്പോൾ നടരാജസ്വാമിനെ സ്വയം പുറപ്പെട്ടു എന്നാണ് വർണ്ണിക്കുന്നു. ആടലൈ കാല കാണ
தில்லையம்பலத்தீரைவனும் தன்னாடலை விட்டு இங்கு கோகுலம் வந்தான் ஆடாது അസംഗാത് വാ കണ്ണാ. നടരാജസ്വാമി മഹാദേവൻ പുറപ്പെട്ടു വന്നു. അതേപോലെ പാർവതി ദേവിയും മഹാഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും എല്ലാവരും കണ്ണൻ്റെ ഒപ്പം നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഒരു കുട്ടി നൃത്തം വയ്ക്കുമ്പോൾ അടുത്തേക്ക് നോക്കി താളം പിടിച്ച് നൃത്തം വയ്ക്കുന്ന അവർ നൃത്തം വെച്ച് കാണിക്കും. അതുപോലെ എല്ലാവരും നൃത്തം വയ്ക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടായി. അവിടെ ഭഗവാൻ ആടുമ്പോൾ കാളിയൻ ആടും, ആ കാളിന്തി പുഴ ആടുന്നു, വൃക്ഷങ്ങൾ ആടുന്നു, ചെടികൾ കൊടികൾ. ഈരേഴു ഭുവനമും അസൈന്ദസൈന്ദാടുകേ എനവേ ആടാത് അസംഗാത് വാ കണ്ണ. എല്ലാവരും സന്തോഷത്തോടും നൃത്തം വയ്ക്കുമ്പോൾ കാളിയൻ വായിൽ നിന്നും രക്തം ഛർദ്ദിച്ചു. രക്തം മുഖൈരുമൻ നൃപഭഗ്നഗാത്ര സ്മൃത്വാ ചരാചര ഗുരും പുരുഷം പുരാണം നാരായണം തം അരണം മനസാ ജഗാമ. തൻ്റെ മനസ്സുകൊണ്ട് നാരായണനെ പ്രാർത്ഥിച്ചു. വൈകുണ്ഠപതേ നാരായണ, എൻ്റെ ശിരസിൽ മാട് വയ്ക്കുന്ന ഒരു കുട്ടി നൃത്തം വയ്ക്കുന്നുണ്ടല്ലോ, എന്നെ രക്ഷിക്കണേന്ന്. സ്വന്തം ശിരസിൽ ഭഗവാൻ നൃത്തം വച്ചിട്ടും ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലേ കാളിയൻ. എന്താ കാരണം? ഗുരു കൃപയില്ല. ആചാര്യൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാളിയൻ മനസ്സിലാക്കിയിട്ടില്ലേ. പക്ഷേ കാളിയ പത്നിമാർ മനസ്സിലാക്കി ഭഗവാനെ സ്തുതിച്ചു. ദേവ കുരു ശിക്ഷ, നൃത്തം വെച്ചോളൂ, പക്ഷേ ദേഹിപതി ഭിക്ഷ. ജീവിതം പോകുന്ന രീതിയിൽ നൃത്തം വെക്കേണ്ട, കുറച്ച് പതുക്കെ കാല് വെച്ചാൽ മതി. എന്താ കാരണം? ബലിചക്രവർത്തി തൻ്റെ സ്വത്ത് മുഴുവനും ദാനം കൊടുത്തു വാമന ഭഗവാനക്ക്. പിന്നെ ചോദിച്ചു, ഒന്ന് ശിരസിൽ കാല് വയ്ക്കാവോ എന്ന്. ഭഗവാൻ പതുക്കെ കാല് വെച്ചു. ഈ കാളിയൻ കാലണ ദാനം ചെയ്തിട്ടില്ലേ, ഫ്രീ ആയിട്ട് ഈ തല ഓരോന്നിലും മാറി മാറി കാണിച്ചു കൊടുക്കും. ഈ കാളിയനക്ക് ഇങ്ങനെ ഭഗവാന്റെ പാപം കിട്ടാൻ എന്താ കാരണം ചോദിച്ചാൽ, ക്ഷേത്രവാസം, വൃന്ദാവനത്തിൽ വന്ന് താമസിച്ചില്ലേ, ആ ഭാഗ്യം കൊണ്ട് കാളിയനക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടി. പിന്നെ കാളിയനോട് പൊയ്ക്കോട് പറഞ്ഞു സ്വന്തം രമണദ്വീപം എന്ന സ്ഥലത്തിലേക്ക്. അപ്പോൾ കാളിയൻ പറഞ്ഞു, ഞാൻ അവിടെ പോയാൽ ഗരുഡനെ എന്നെ കൊത്താൻ വരും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ കാല് വെച്ചത് കൊണ്ട് നിൻ്റെ ശിരസിൽ ഒരു ഗോപിക്കുരി വന്നു. ഗരുഡൻ്റെ അടുത്ത് നിന്ന് തല കുണിച്ച് എൻ്റെ ഗോപിക്കുരി കാണിച്ചാൽ മതി, ഗരുഡൻ ഒന്നും ചെയ്യില്ലേ. അങ്ങനെ ഭഗവാൻ കാല് വെച്ചത് കൊണ്ടാണ് ആവഹ പാമ്പുകൾക്ക് ഒരു ഭാഗ്യം. കാളിയൻ്റെ പറഞ്ഞിൽ നിന്ന് അവർക്കൊക്കെ ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് അനുഗ്രഹം ചെയ്തു. എങ്ങനെ രാമചന്ദ്ര മഹാപ്രഭു അണ്ണാറക്കണ്ണൻ അനുഗ്രഹം ചെയ്തുവോ, രാമായണത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലായതിന് രാമനെ ഒന്ന് സഹായിച്ചപ്പോൾ രാമചന്ദ്ര മഹാപ്രഭു ഒന്ന് തലോടി കൊടുത്തു. അതുകൊണ്ടുണ്ടായി അണ്ണാറക്കണ്ണന് പുറകിൽ 3 വരമുണ്ടായി. അത് ഭാരതദേശത്തിൽ ഇന്ത്യയിലിരിക്കുന്ന അണ്ണാറക്കണ്ണന് മാത്രമേ 3 വര ഉള്ളൂ. അമേരിക്കയിലിരിക്കുന്ന അണ്ണാറക്കണ്ണക്ക് 3 വര ഇല്ലേ. എന്താ കാരണം? അമേരിക്ക അണ്ണാറക്കണ്ണനെ ഇവിടെ സഹായിക്കാൻ ഒന്നുമില്ലേ. ഇവിടെ ഭാരതത്തിൻ്റെ അണ്ണാറക്കണ്ണന് മാത്രമേ ഇങ്ങനെ 3 വര ഉള്ളൂ. അങ്ങനെ രാമൻ അണ്ണാറക്കണ്ണനെ അനുഗ്രഹിച്ചത് പോലെയാണ് ഈ പാമ്പിനെ ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ രാത്രി അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് കാട്ടുതീ വന്നു. എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. കാട്ടുതീയും പിടിച്ച് ഭഗവാൻ രക്ഷിച്ചു. പിന്നെ ഭഗവാൻ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് മഹാദേവനും പാർവതിയും സംസാരിക്കാൻ തുടങ്ങി. കണ്ണൻ ലീലകൾ നിറച്ച് ആടുന്നുണ്ടല്ലോ, നമ്മൾ പോയി കാണേണ്ടേ, കൃഷ്ണൻ്റെ അവതാരമായില്ലേ. അപ്പോൾ പാർവതി മഹാദേവനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു? മഹാദേവൻ പറഞ്ഞു, ഞാൻ കണ്ണൻ്റെ കയ്യിൽ ഓടക്കുള്ളായി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓടക്കുള്ളായി പോയാൽ എപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അറക്കത്തിൽ തിരികെ വയ്ക്കും. മാട് വയ്ക്കുന്ന സമയത്തിൽ അത് ആ ഓടക്കുള്ള കൈ വെച്ചിട്ടുണ്ടാവും. പിന്നെ ശിരസിൽ ഇങ്ങനെ മുണ്ട് അതിൻ്റെ ഇടയിൽ തിരികെ വയ്ക്കും. കിടക്കുന്ന സമയത്തിൽ അടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓടക്കുള്ളായി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പാർവതി പറഞ്ഞു, നിങ്ങൾക്ക് 5 തല ഉണ്ടെങ്കിലും ബുദ്ധിയില്ല പറഞ്ഞു. ശിവനുക്ക് 5 തലയാണ്: സത്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം. ഇതാ കാരണം. ഓടക്കുള്ളായിട്ട് പോയാൽ കുറച്ച് കാലമേ കണ്ണൻ കയ്യിൽ വയ്ക്കുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ഓടക്കുഴ ഉപേക്ഷിച്ച് പിന്നെ ശംഖപാണി മുകുന്ദ, പിന്നെ ശംഖുചക്രം എടുത്ത് പോകും. പൂർവാർദ്ധം ലീലയിൽ മാത്രമേ ഓടക്കുഴലുള്ളൂ, ഉത്തരാർദ്ധത്തിൽ ഇല്ലേ. അപ്പോൾ പാർവതിയോട് മഹാദേവൻ ചോദിച്ചു, നീ എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു? അപ്പോൾ പാർവതി പറഞ്ഞു, ഞാൻ വേറെ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ കയ്യിൽ ചളങ്കയായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു,
അപ്പോൾ കണ്ണൻ്റെ കാലിൽ കൊലുസായി പോയാൽ പിന്നെ യശോദ കാല് വലുതാകുമ്പോൾ കൊലുസ് മാറ്റില്ലേ, ഇല്ലെങ്കിൽ ഫാഷൻ വേറെ മാറ്റാൻ വേണ്ടി വേറെ മാറ്റി ഇടില്ലേ. അപ്പോൾ പാർവതി പറഞ്ഞു, അങ്ങനെ യശോദ വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ വേറെ രൂപം സ്വീകരിക്കും. ഇങ്ങനെ വേറെ വേറെ രൂപം സ്വീകരിച്ച് കണ്ണൻ്റെ കാല് കടസി വരെ ഞാൻ കാല് പിടിച്ചിരിക്കും. അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, പിൻബുദ്ധിയാണ്. പിൻബുദ്ധി പറഞ്ഞാൽ പിന്നുപോലെ നല്ല ഷാർപ്പായ ബുദ്ധിയാണ്. സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധി. ഇപ്പോൾ നമ്മൾ മാറ്റി പറയുന്നത് പിൻബുദ്ധി പിന്നില്ല. പിന്നിൽ വരാൻ പോകുന്ന കാര്യം മുമ്പേ അറിഞ്ഞിട്ട് ചെയ്യുന്ന ബുദ്ധിയാണ്. അങ്ങനെ മഹാദേവൻ ഓടക്കുള്ളായി വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിഥി ദേവോ ഭവ. ഒരു അതിഥി വന്നാൽ ആദ്യം ഒരു കിടക്ക കൊടുക്കും, പിന്നെ ഒരു തലയണ കൊടുക്കും, പിന്നെ ഒന്ന് വീശി കൊടുക്കും, ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ മഹാദേവൻ വന്നപ്പോൾ ഒരു സാധാരണ അതിഥിയെ തന്നെ ദേവനായി കണക്കാക്കുന്നു പറഞ്ഞാൽ മഹാദേവൻ തന്നെ അതിഥിയെ വന്നപ്പോൾ ഓടക്കുള്ളായി വന്നപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ വെച്ചു. കണ്ണൻ്റെ കൈ തന്നെ മഹാദേവൻ ഓടക്കുള്ളായി വന്ന് മഹാദേവനക്ക് ഒരു കിടക്ക പോലായി. പിന്നെ തലയണ വേണ്ടേ, ചുണ്ടിൽ വെച്ചു. അപ്പോൾ ഭഗവാന്റെ ചുണ്ട് തന്നെ തലയണ പോലായി. പിന്നെ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ശ്വാസമുണ്ടല്ലോ, അത് തന്നെ ഫാനിൻ്റെ കാറ്റ് പോലായി. പിന്നെ കാത് അമർത്തി കൊടുക്കേണ്ടേ, അത് ഓടക്കുള്ള ദ്വാരം അടച്ച് തുറക്കുന്ന സമയത്ത് അത് തന്നെ ഒരു പാദസേവ പോലായി. അപ്പോൾ ഓടക്കുഴൽ കണ്ണ വെച്ചാൽ നമുക്ക് രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടാവും. മഹാദേവൻ്റെ അനുഗ്രഹവും ഉണ്ടാവും, കണ്ണൻ്റെ അനുഗ്രഹവും ഉണ്ടാവും. ഇപ്പോൾ എല്ലാം പേടിക്കണം. ഓടക്കുഴൽ കണ്ണനെ കിട്ടിച്ചാൽ എല്ലാം ഊതി കളയില്ലേ എന്നൊക്കെ ചില ആൾ പേടിക്കണം. ഊതിക്കളയുക നമ്മുടെ പാപങ്ങളെയും ദുരിതങ്ങളെയും ഊതിക്കളയുള്ളൂ. ഓടക്കുഴൽ കണ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ വളരെ നല്ലതാണ്. കാരണം കണ്ണൻ എങ്ങനെ രക്ഷിക്കും പറയുന്നുണ്ട് നാരായണ കവചത്തിൽ, ഗോവിന്ദ ആസംഗവം ആർത്ത വേണുഹു. ഓടക്കുഴൽ വെച്ചിട്ടാണ് ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു. അപ്പോൾ ഓടക്കുഴൽ കണ്ണൻ കയ്യിൽ വെച്ച് വേണുഗാനം ചെയ്യുന്ന സമയത്ത് ബർഗാപീഠം നടഭരവപുഹും കർണയോ കർണികാരം ബിഭ്രദ്വാസത്തണകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോഃ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിഃ ബർഗാപീഠം നടവരവപുഃ. മയിൽപ്പിരിയും തലയിൽ തിരികെ വെച്ച് ഓടക്കുളവും കയ്യിലെടുത്ത് ഒരു കാലം നേരെ വെച്ച് അടുത്ത കാലം മാറ്റി വെച്ച് ഇടയിൽ ഒരു വളവും കഴുത്തിൽ ഒരു വളവും ഇങ്ങനെ ത്രിഭംഗിയായിട്ട് അത് നിൽക്കുമ്പോൾ ഓങ്കാര രൂപത്തിലാണ്. ഭഗവാനും ഓങ്കാര രൂപം വിളിക്കുന്നതും ഓങ്കാരാർത്ഥം ഉദീരയൻ. അങ്ങനെ ഓങ്കാരനാഥ ശബ്ദമാണ് ഭഗവാൻ ഇവിടെ വിളിക്കുന്നു. പിന്നെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ എന്താ കാരണം? നമ്മൾ ഓരോരോ ആൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് വളഞ്ഞ് കൊടുത്ത് പോയാൽ വീട്ടിൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അമ്മയമ്മ നാത്തൂൻ പിന്നെ ഇങ്ങനെ പല ആൾക്കാരുണ്ടാവില്ലേ, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഇരിക്കുമ്പോൾ എന്നാലും ഇരിക്കാൻ പറ്റില്ല. ഓരോ ആൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് വളഞ്ഞ് നിന്നാലേ നമുക്ക് മര്യാദയ്ക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു എന്ന മഹാത്മാക്കൾ പറയുന്നു. അങ്ങനെ ഭഗവാൻ ഓടക്കുഴലിൽ വിളിച്ചപ്പോൾ പശുക്കളൊക്കെ ചെവിയാട്ടത്തെ ശ്രദ്ധിച്ചിരുന്നു. ചെവിയാട്ടമില്ലാവേ കറവയൻ ഗണങ്ങൾ. സാധാരണ പശുക്കൾ ചെവി ആട്ടിക്കൊണ്ടിരിക്കും. എന്താ കാരണം? ചെവിയിൽ ഈച്ച കടിക്കും, അത് വിരട്ടാൻ വേണ്ടി ചെവി ആട്ടാറുണ്ട്. ഇപ്പോൾ ഈച്ച കടിക്കുന്നത് പോലും അറിയാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. പിന്നെ വേറൊരു മഹാത്മാ വ്യാഖ്യാനിച്ചു, പശുവിൻ്റെ ചെവിയിലിരിക്കുന്ന ഈച്ച പോലും കടിക്കാൻ മറന്നു. എന്താ കാരണം? ഈ ഈച്ചയും ഏത് കാണാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പശുക്കൾ ചെവി ഉയർത്തി പിടിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നു. പശുക്കൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചെവി ഉയർത്തി പിടിക്കും. മനുഷ്യന്മാർക്ക് അങ്ങനൊരു സംവിധാനം ഇല്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആരാണ്, വേറെ ആൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാത്തവർ ആരാണെന്ന് മനസ്സിലാവും. പിന്നെ പറവയിൻ ഗണങ്ങൾ കൂട് തുറന്ന് പടുകാട് കിടപ്പ. പറവകളൊക്കെ അവിടെ ഒരു മരം മുഴുവൻ നിറച്ച് നിൽക്കുന്നു. 40 പറവകളാണ്, പക്ഷികളാണ്. സാധാരണ 4 പക്ഷി ചേർന്നാൽ മതി, കീന്ന് ശബ്ദം ഉണ്ടാവും. 4 പക്ഷി അല്ലെങ്കിൽ 4 സ്ത്രീകൾ ഉണ്ടായാൽ മതി. പിന്നെ അവിടെ ഒരേ കോലാഹലമാണ്.
ഇവിടെ 4 പക്ഷിയില്ലേ, 40 പക്ഷിയാണ്. ഇത്ര പക്ഷികൾ ഉണ്ടായിട്ടും ഒരു ശബ്ദമില്ലേ. അമീലിത ദൃശോ വിഗതാന്യവാചക പ്രായോ ബദാംബ വിഹഗാഹ. ഈ പക്ഷികളൊക്കെ ഋഷീശ്വരൻ മുനിവന്മാരാണ്. ഋഷികളാണ് പക്ഷിരൂപം സ്വീകരിച്ച് അവിടെ ഇരുന്ന് കേൾക്കുന്നു. കാരണം ഋഷികൾക്കാണ് മൗനവ്രതം ഇരുന്ന അഭ്യാസം. നമുക്ക് എപ്പോഴും സംസാരിച്ചു കൊണ്ടേ അഭ്യാസമായിപ്പോയി. മൗനവ്രതം നമ്മളെ കൊണ്ട് പറ്റില്ല. ഋഷീശ്വരന്മാർക്ക് മൗനവ്രതം അഭ്യസിച്ചത് കൊണ്ട് പക്ഷിരൂപത്തിൽ മാറിയാലും അവർ സ്വഭാവം മാറിയിട്ടില്ല, മൗനമായിട്ട് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഭഗവാന്റെ വേണുഗാനത്തിൽ പ്രകൃതി തന്നെ മാറുന്നു. കുത്തി ഒഴുകുന്ന യമുനാ നദി കട്ടി നിൽക്കുന്നു. കല്ലുപോലെ ഇരിക്കുന്ന ഗോവർദ്ധനമല ഉരുകി ഓടുന്നു. ഇങ്ങനെ പ്രകൃതി തന്നെ മാറുന്നു പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ പറയും, കണ്ണൻ വേണുഗാനം ചെയ്തു വരുമ്പോൾ വഴിയിൽ ഇരിക്കുന്ന മുള്ളുകൾ പോലും മാറി നിൽക്കും. കല്ലുകളൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. ശൈല കണ്ടക അഭി. പിന്നെ കണ്ണൻ പോയ ശേഷം വീണ്ടും വരും. എന്തിനാ ചോദിച്ചാൽ അടുത്തോടെ കാലിൽ കുത്താൻ വേണ്ടിയില്ലേ. ഭഗവാൻ നടന്നു പോയ ആ പാദധൂളി കിട്ടാൻ വേണ്ടി തിരിച്ചു വരും. വൃന്ദാവനത്തിൽ എല്ലാവരും കണ്ണനെ പ്രേമിക്കുന്നു പറയുമ്പോൾ ഗോപികമാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ചെറിയ കുട്ടികളായിരിക്കുന്ന ഗോപികമാരൊക്കെ കണ്ണനെ തന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമഃ. കാത്യായനി മഹാമായേ. ഇത് മന്ത്രമാണ്. വിവാഹമാവാത്ത പെൺകുട്ടികൾ ഇത് ജപിച്ചാൽ കണ്ണനെ പോലെ നല്ല ഭർത്താവ് കിട്ടും. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമഃ. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അമ്മയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി മണ്ണുകൊണ്ട് അവർ പൂജിക്കുന്നു. അവസാന ദിവസം അവർ എന്ത് ഒരു പുതിയ മുണ്ടും പുതിയ വസ്ത്രം എടുത്ത് ധരിച്ച് വന്നിട്ടുണ്ട്. അതിന് അണഞ്ഞു പോയാൽ പഴയതായി പോകും. അപ്പോൾ മുണ്ട് കരയിൽ വെച്ച് കുളിക്കുന്ന സമയത്താണ് കണ്ണൻ പെട്ടെന്ന് വന്നു ആ വസ്ത്രമൊക്കെ കയ്യിലെടുത്ത് അവർക്ക് ഉപദേശം കൊടുത്തു. നദിയിൽ വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല, അതുകൊണ്ട് ചെയ്ത പുണ്യം നഷ്ടമാവും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി, അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ്? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ പ്രായശ്ചിത്തം കൃഷ്ണായ നമഃ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി പറഞ്ഞപ്പോൾ അവർ നമസ്കരിച്ചു. അവർക്ക് വസ്ത്രം കൊടുത്തു. അങ്ങനെ വസ്ത്രം എടുക്കുന്ന രീതിയിൽ അവർക്ക് ശരീര അഭിമാനം ഇല്ലാതാക്കി എന്നാണ് ഇവിടെ പറയുന്നു മഹാത്മാക്കൾ. പിന്നെ അഹങ്കാരം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഭഗവാൻ പോവില്ല. അതാണ് അടുത്തുള്ള 3 കഥകളിൽ കാണിക്കുന്നു. വൃന്ദാവനത്തിൽ തന്നെ ഭക്തവിലോചനം എന്ന സ്ഥലത്ത് ചില യാഗം ചെയ്യുന്ന ദീക്ഷിതന്മാർ അഹങ്കരിച്ച് നടന്നു. ഞങ്ങൾ വലിയ ആൾക്കാരാണ്. ഭഗവാൻ അവരുടെ ഗ്രാമത്തിൽ ചെന്നു. അവരുടെ പത്നിമാർക്ക് മാത്രം, അവരുടെ ഭാര്യമാർക്ക് മാത്രം ദർശനം കൊടുത്തു. ഒരേ ഗ്രാമത്തിൽ സ്ത്രീകൾ മാത്രം ഭഗവാനെ കണ്ടു, പുരുഷന്മാർ കണ്ടില്ല. എന്താ കാരണം? അവരുടെ അഹങ്കാരമാണ് കാരണം. പിന്നെ അതിലൊരു ഭർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയെ പൂട്ടിയിട്ടു. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? ധ്യാനം കൊണ്ട് തത്രൈക വിധിത ഭർത്ര ഭഗവന്തം യഥാസ്മൃതം ഹൃദോപകുക്യ വിജഹോ ദേഹം കർമാനുബന്ധനം. ശരീരം കൊണ്ട് ഓടിയെത്തുന്ന ഈ വിപ്രപത്നിമാർക്ക് മുമ്പ് തന്നെ ആദ്യം ആ സ്ത്രീ എത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ മനസ്സിലാക്കി വന്നാൽ ഭഗവാനാണ്. പിന്നെ ഇന്ദ്രൻ്റെ ഗർഭം മാറ്റാൻ വേണ്ടി ഇന്ദ്രൻ്റെ പൂജ നിർത്തി ഭഗവാൻ. ഇന്ദ്രയാഗം ചെയ്യാറുണ്ട്. ഇന്ദ്രയാഗം നിർത്തി ഗോവർദ്ധന പൂജ ചെയ്യാൻ പറഞ്ഞു ഭഗവാൻ. ഗോവർദ്ധന പൂജ ചെയ്യുമ്പോൾ എന്താ അർത്ഥം? പ്രകൃതിയെ സംരക്ഷിക്കണം, മലകളെയും മരങ്ങളെയും കാത്തു സൂക്ഷിക്കണം. നമ്മളൊക്കെ മരങ്ങളൊക്കെ വെട്ടുന്നു, മലകളൊക്കെ ഉടയ്ക്കുന്നു. മലകൾ ഉടച്ച് റോഡ് ഉണ്ടാക്കുന്നു, മരങ്ങൾ വെട്ടി ഫർണിച്ചർ ഉണ്ടാക്കുന്നു. പിന്നെ മഴയില്ല, ചൂട് പറഞ്ഞിട്ട് എന്താ കാര്യം? കൂടുതലും മരങ്ങളുണ്ടെങ്കിൽ നല്ല തണുപ്പ് കിട്ടും. പണ്ട് കേരളത്തിൽ കുറച്ച് തണുപ്പും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ല. ഇതാ കാരണം പണ്ട് കൂടുതൽ തെങ്ങും പാക്കുമായി കമുകുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റി റബ്ബറാക്കി. റബ്ബർ ശരിക്കും ഇന്ദ്രൻ്റെ പാപമാണ്. അത് ഇത് റബ്ബർ മരം കൊണ്ട് എന്താണ്? അത് ഭൂമിയിലിങ്ങനെ എല്ലാ വെള്ളം വലിച്ച് പിന്നെ ചൂടാവും. ഇപ്പോൾ പഴയ കാലം പോലെ എല്ലാ ദിക്കിലും തെങ്ങും, നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് തെങ്ങ് ഒരാൾ വയ്ക്കുന്നത്. തെങ്ങും കമുകുമൊക്കെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് തണുപ്പ് കിട്ടും. ബാക്കി ഇങ്ങനെയുള്ള മരങ്ങളെ കൊണ്ട്
നമുക്ക് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. ഇതൊക്കെ നശിപ്പിക്കുന്ന സാധനമാണ്. വീണ്ടും പഴയ കേരളമായിട്ടാവട്ടെ. നാളികേരം കൂടുതലുള്ളത് കൊണ്ടാണ് കേരളം തന്നെ പേര് വരാൻ കാരണം. ഇപ്പോൾ കേരളത്തിൽ പോലും നാളികേരം കിട്ടാതായി. എന്താ കാരണം? കൂടുതൽ തമിഴ്നാട്ടിൽ കിട്ടാൻ തുടങ്ങി. അവിടെ 10 രൂപ 20 രൂപ പറയുന്നു. അപ്പോൾ നമുക്ക് നല്ല തെങ്ങ് മുതലായ പ്രകൃതിയെ കാത്ത് രക്ഷിക്കുന്ന മരങ്ങളെയാണ് നമ്മൾ വച്ച് പിടിപ്പിച്ച് അത് സംരക്ഷിക്കണം. നമ്മൾ ഓരോ വീട്ടിലും ചൂട് താങ്ങാൻ വയ്യ പറഞ്ഞ് AC ഇടുന്നു. ചൂട് എന്തുകൊണ്ടാണ് അത് ആലോചിക്കുന്നില്ലേ? ഓരോരോ ആളങ്ങനെ AC ഇട്ടത് കൊണ്ടാണ് ചൂടാവുന്നത് പുറത്തേക്ക്. ഓരോരോ കാറിലും എത്ര കാറുകളാണ് ഓരോരോ കാറിലും AC ഇട്ട് പോകുന്നത് കൊണ്ടാണ് പുറത്ത് ചൂടാവുന്നു. പുറത്ത് ചൂടാവുന്നു പറഞ്ഞിട്ടാണ് AC ഇടുന്നു. പുറത്ത് ചൂടാണത് എന്തുകൊണ്ടാണ്? അത് ആലോചിക്കുന്നില്ലേ വിഡ്ഢികൾ? ഇവിടെ ആളുകൾ ആലോചിക്കുന്നില്ലേ? ഭരണക്കാർ നിയമം വയ്ക്കേണ്ടതാണ്. ഒരു വീട്ടിൽ ഒരു AC ഇട്ടാൽ 2 മരം അവിടെ നട്ട് പിടിപ്പിക്കണം അതിൻ്റെ അടുത്ത്. അപ്പോഴേ അതിൻ്റെ ചൂട് കൊണ്ട് ശമിക്കുള്ളൂ. മരം മുഴുവൻ വെട്ടുന്നു, പിന്നെ ACയും വയ്ക്കുന്നു. കാറിലും AC. പക്ഷേ ഉച്ച സമയത്താണെങ്കിൽ കാറിൽ AC ഇട്ടാൽ കുഴപ്പമില്ല. രാവിലെ പോകുന്നവർ പോലും AC ഇട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രകൃതിയെ ഇല്ലാതാക്കുന്നത്. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി നമ്മളെ നശിപ്പിക്കും. അപ്പോൾ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുന്നു. ഗോവർദ്ധന പൂജയിലൂടെ ഗോവർദ്ധനം പൂജിക്കണം പറഞ്ഞാൽ ഗോവർദ്ധന മലയെ പൂജിച്ചിട്ട് കാര്യമില്ല. അപ്പം മലകളെയും അതേപോലെ മരങ്ങളെയും കാത്ത് രക്ഷിക്കണം. അതാണ് ഭഗവാൻ ഗോവർദ്ധന പൂജ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇന്ദ്രനക്ക് ദേഷ്യം വന്നു. കൂടുതൽ മഴ പെയ്യിച്ചപ്പോഴാണ് ആ ഗോവർദ്ധൻ തന്നെ ഉയർത്തി 7 വയസ്സ് പ്രായമുള്ള കണ്ണൻ 7 ഫർലാങ് ദൂരമുള്ള ആ മലയെ 7 ദിവസം ഗോവർദ്ധനമെന്നും കൊട്ടക്കുടയെ കുട പോലെ പിടിച്ചു എന്നാണ് വർണ്ണിക്കുന്നു മഹാത്മാക്കൾ. കുടയുടെ വടി പോലെയാണ് ഭഗവാന്റെ കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ കുടയുടെ ഇടയിൽ കമ്പി ഉണ്ടല്ലോ, അത് കുട കമ്പി പോലെയാണ് ഭഗവാന്റെ വിരലുകൾ. പിന്നെ മഴ പെയ്ത് ആ വെള്ളം ധാരയായിട്ട് വീഴുന്ന സമയത്ത് മുത്തു കെട്ടിയതുപോലെയാണ് ആ മഴവെള്ളം ഇങ്ങനെ ധാരയായിട്ട് വീഴുന്നു. പിന്നെ കുടയുടെ മുകളിൽ ഒരു കളസം വച്ചതുപോലെ ഒരു ആണ അവിടെ നിൽക്കുന്നു. ഈ ആണ നിൽക്കാൻ കാരണം മതം പൊട്ടിയ ഒരു ആണ എന്ത് ചെയ്തു? മലയിൽ ഇങ്ങനെ മുട്ടിയപ്പോൾ അതിൻ്റെ ഒരു ദന്തം ഉടഞ്ഞുപോയി. ദന്തം മുറിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ പോയ ആണ കണ്ടപ്പോഴാണ് ഒരു ദന്തം മാത്രമേ ഉള്ളൂ, ഒരു ദന്തമില്ല. അപ്പം ആണ വിചാരിച്ചു, ഇപ്പം നമുക്ക് മനുഷ്യന്മാർക്ക് പല്ല് പോയാൽ വേറെ പല്ല് കട്ടിയിടാൻ ഡാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു ഡാക്ടർ ഇല്ലല്ലോ. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആകാശത്തിൽ നോക്കുമ്പോൾ അർദ്ധചന്ദ്രനെ കണ്ടു. അർദ്ധചന്ദ്രനെ കണ്ടപ്പോൾ ആണ വിചാരിച്ചു എൻ്റെ ദന്തമാണ് അവിടെ പോയി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ആണ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് അത് ചന്ദ്രനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കിട്ടുന്നില്ല. ഇന്ന് എന്തായി? ഭഗവാൻ വന്ന് മല ഉയർത്തിയപ്പോൾ ആണ വിചാരിച്ച് ഇന്ന് കുറച്ച് പൊക്കം കൂടിയല്ലോ, ഇന്ന് ശ്രമിക്കാൻ വിചാരിച്ച് ആണ എന്ത് ചെയ്തു? ആ മലയുടെ മുകളിൽ 2 കാൽ കൊണ്ട് നിൽക്കുന്നു. 2 കാൽ നീട്ടിങ്ങനെ തുമ്പിക്കും ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ കുടയുടെ മുകളിലിരിക്കുന്ന ഒരു കലശം പോലെ ആണ നിൽക്കുന്നു. ഇങ്ങനെ ഗോവർദ്ധനം കുട പോലെയാണ് ഭഗവാൻ പിടിച്ചു മഹാത്മാക്കൾ വർണ്ണിക്കുന്നു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ദ്രനക്ക് ഗർവം നീങ്ങി ഭഗവാനെ നമസ്കരിക്കുന്നു. ഭഗവാൻ വീണ്ടും ഗോവർദ്ധനം യഥാസ്ഥാനത്ത് വെച്ച് മലയുടെ മുകളിൽ കയറിയിരുന്നു. ഇന്ദ്രൻ ഐരാവതം കൊണ്ടുവന്ന തീർത്ഥവും ആകാശഗംഗ തീർത്ഥവും കാമധേനു കൊണ്ടുവന്ന പാളും വെച്ച് ഭഗവാനക്ക് അഭിഷേകം നടത്തി. ഇന്ദ്രസ്തുരഷിഭിസ്സാകം. നമുക്ക് ആകാശഗംഗ കിട്ടില്ലല്ലോ, അതിന് പകരമാണ് ആകാശത്തിന് പറഞ്ഞ കറുക്ക് വെച്ച് നമ്മൾ അഭിഷേകം ചെയ്യും. എന്നാൽ ഇത് മുകളിൽ നിന്ന് പറഞ്ഞതല്ലേ. ഗംഗ ആകാശഗംഗ നല്ല മധുരമായിരിക്കും, ഇതും ആകാശത്തിൽ ഉള്ളത് കൊണ്ട് നല്ല മധുരമുണ്ട്. അങ്ങനെ നമ്മളും അഭിഷേകം അത് സങ്കല്പത്തിലാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നു. ഇന്ദ്രഹാസുരഷിഭിസ്സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ചദാശാർഗം ഗോവിന്ദ ഇതി ചാഭ്യധാത്. അവിടെ വന്ന് നാരദാദികളൊക്കെ നാമങ്ങൾ ജപിച്ചു. ഗോവിന്ദ ഗോപാല ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി, ഹേ ഗിരിധാരി പ്രഭോ ഗിരിധാരി, ഹേ ഗിരിധാരി പ്രഭോ ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി.
नंद कुमारा नवनीत चोरा नंद कुमारा नवनीत चोरा हृदय विहारा बड़ा चित्त चोरा हृदय विहारा बड़ा चित्त चोरा गोविंदा गोपाला के गिरिधारी गोविंदा गोपाला के गिरिधारी हे गिरिधारी प्रभो गिरिधारी हे गिरिधारी प्रभो गिरिधारी 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 गोवर्धन गिरिधारी 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 गोवर्धन गिरिधारी 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 मेरा प्रभु गिरिधारी 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 मेरा प्रभु गिरिधारी। जय बोलो मेरा प्रभु गोवर्धन गिरिधर लाल की जय।